Hello, good afternoon. Now we are discussing Virginia Woolf's essay Shakespeare's Sister, and Virginia Woolf is one of the most innovative writer of the 20th century, and also she is known as the author of Mrs. Dalloway, and also she is the author of the novel To the Lighthouse that was published in 1927. And also she is a prolific writer of essays, diaries, letters, and biographies. Okay, and here the present essay Shakespeare's Sister is an extract taken from A Room of One's Own. And here this essay that's taken from her collection of essay that's entitled A Room of One's Own. And in Shakespeare's Sister, Virginia Woolf, she explores the plight of the women in society in England during the 5th and 16th century. ഈ ഒരു എസ്സേയിൽ ഷേക്സ്പിയർ വെർജീനിയ വൂൾഫ് എന്തിനെക്കുറിച്ചാണ് പറയുന്നതെന്ന് വെച്ചാൽ ദ കണ്ടീഷൻ ഓഫ് ദ വിമൻ ഇൻ ദ ഇംഗ്ലണ്ട് during the 15th and 16th century, and also the extract begins with the writer's disappointment on not being able to find concrete reason for the poor plight of the women. ഇവിടെ നമ്മുടെ ഈ ഒരു വർക്കിൽ റൈറ്ററുടെ ഡിസപ്പോയിൻമെൻ്റാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് അവൾ പറയുന്നത് ദർ ഈസ് നോ എനി റീസൺ ഫോർ ദിസ് പുവർ പ്ലൈറ്റ് ഓർ ദ പുവർ കണ്ടീഷൻ ഓഫ് ദ വിമൻ. അവൾ പറയുകയാണ് സ്ത്രീകളുടെ ഈ ഒരു മോശമായ കണ്ടീഷന് എന്താണ് റീസൺ, ഒരു കോൺക്രീറ്റ് റീസൺ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കാണാൻ പറ്റുന്നില്ല എന്നാണ്. ആൻഡ് ഇൻസ്റ്റെഡ് ഓഫ് ബീയിങ് ഫ്ലഡഡ് ബൈ എ വെറൈറ്റി ഓഫ് വ്യൂസ് ദാറ്റ് ഡു നോട്ട് ഹെൽപ്പ് ഹെർ അറൈവ് എ കൺക്ലൂഷൻ. അതായത് അവൾ പറയുകയാണ് ഒരുപാട് വ്യൂസ്, ആ വ്യൂസ് അവൾക്ക് കൃത്യമായ ഒരു കൺക്ലൂഷനിൽ എത്തിച്ചേരാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഷീ ഡിസൈഡഡ് ടു നേറ ഡൗൺ ദ എൻക്വയറി. അതായത് തൻ്റെ ഒരുപാട് കാഴ്ചപ്പാടുകൾ ഒരു കൃത്യമായ കൺക്ലൂഷനിൽ എന്താണ് പുവർ കണ്ടീഷൻ ഓഫ് ദ വിമൻ എന്നതിൽ എത്തിപ്പെടാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഇവിടെ അവൾ പറയുകയാണ് I should make an inquiry, and she seeks answer to her question from the historian who is known to record facts. അവൾ തൻ്റെ ആൻസർ കണ്ടെത്താൻ വേണ്ടി തൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ കണ്ടെത്തുന്നത് ഹിസ്റ്റോറിയൻസിൽ നിന്നാണ്. അവർ ഫാക്റ്റുകൾ റെക്കോർഡിക്കലി വെച്ചവരാണെന്നും and she endeavours to find out from the historian the condition under which women lived, turning her attention to women who lived in England during the time of the Queen Elizabeth I. അങ്ങനെ അവളുടെ ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ, ആ ഒരു എൻക്വയറി, അതായത് കണ്ടീഷൻ ഓഫ് ദ വിമൻ എങ്ങനെയാണ് എന്ന് ഹിസ്റ്റോറിയനിലൂടെ കണ്ടെത്താൻ വേണ്ടി അവൾ ശ്രമിക്കുമ്പോൾ അവളുടെ അറ്റൻഷൻ എവിടെ എത്തുകയാണ്? ദ വുമൺ ഹു ലിവ്ഡ് ഇൻ ഇംഗ്ലണ്ട് ഡ്യൂറിങ് ദ ടൈം ഓഫ് ക്യൂൻ എലിസബത്ത് ക്യൂനിൻ്റെ സമയത്ത് ജീവിച്ച സ്ത്രീകളുടെ പത്തറ്റിക് കണ്ടീഷനിലേക്കാണ് അവൾ എത്തിപ്പെടുന്നത്. And here the writer is puzzled by the observation that there were no non-woman writer in an era in which so many men wrote songs, sonnets and other works of literature. തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ റൈറ്റർ കൺഫ്യൂസ്ഡ് ആവുകയാണ്. വെൻ ഷീ ഒബ്സർവ്ഡ് ദാറ്റ് ദർ ഈസ് നോ എനി വുമൻ റൈറ്റർ ഇൻ ദാറ്റ് എറ, ഇൻ ദ എലിസബത്തൻ എറ, even though there are number of men writers who wrote songs, sonnets and other works of literature. Okay. ആൻഡ് യൂസിങ്, അതായത് ഒരുപാട് പുരുഷന്മാർ സോണറ്റ്സും സോങ്സും ഒക്കെ എഴുതിയ കാലഘട്ടത്തിൽ ഒരു സ്ത്രീ ആയിട്ടുള്ളൊരു റൈറ്ററെ നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നാണ്. യൂസിങ് ദ അനാലജി ഓഫ് എ സ്പൈഡേഴ്സ് ബ്രെഡ്, വെർജീനിയ വൂൾഫ് പോയിൻറ്റ്സ് ടു ദ ക്ലോസ് അസോസിയേഷൻ ബിറ്റ്വീൻ ഫിക്ഷൻ ആൻഡ് ലൈഫ്. ഇവിടെ നമ്മുടെ കോവെബ്സ് അല്ലെങ്കിൽ സ്പൈഡർ വെബിൻ്റെ ചിലന്തി വലയെ ഒരു സാമ്യവുമായി എടുത്തുകൊണ്ട് അവൾ പറയുകയാണ് ഫിക്ഷനും ലൈഫും തമ്മിൽ ഒരു ക്ലോസ് അസോസിയേഷൻ ഉണ്ട്. അവൾ പറയുകയാണ് അവർ രണ്ടുപേരും തമ്മിലുള്ള ലിങ്ക് ഇവിടെ ക്ലിയർ അല്ലെങ്കിൽ പോലും ഇറ്റ് സ്റ്റിൽ എക്സിസ്റ്റ്, ഷീ മെയിൻറ്റെയിൻ. അവൾ പറയുകയാണ് ഫിക്ഷൻ, അതായത് സ്റ്റോറിയും ലൈഫും തമ്മിൽ ഒരുപാട് കണക്ഷൻ ഉണ്ടെന്നാണ് അവൾ പറയുന്നത്. അങ്ങനെ ദ റൈറ്റർ ടേൺസ് ടു പ്രൊഫസർ ട്രിവിലിയസൻ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലണ്ട്, അതായത് പ്രൊഫസർ
ട്രിവിലിയസൻ എന്ന് പറയുന്ന ഹിസ്റ്റോറിയൻ്റെ റെക്കോർഡ്സിലേക്കാണ് നമ്മൾ പോകുന്നത്. എ വെൽ നോൺ ബുക്ക് ഓഫ് ഹിസ്റ്ററിയാണ് അദ്ദേഹത്തിൻ്റെ. ഇൻ ഹെർ ക്വസ്റ്റ് ഫോർ പൊസിഷൻ ഓഫ് വിമൻ സൊസൈറ്റി ഷി വാസ് അപ്പാൽഡ് ടു റീഡ് ഇൻ ഹിസ് ബുക്ക് ദാറ്റ് the wife beating was recognized as the right of man and was practiced without shame by high as well as low. ഇവിടെ ആ ഒരു റെക്കോർഡിൽ, ആ പുസ്തകത്തിൽ, അതായത് പ്രൊഫസർ ട്രിവാൽസിൻ്റെ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലണ്ട് എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, സ്ത്രീകളെ ബീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കൺസിഡേർഡ് ഓർ ഇറ്റ് ഈസ് റെക്കഗ്നൈസ്ഡ് ആസ് ദ റൈറ്റ് ഓഫ് മാൻ ആണ്, പുരുഷന്മാരുടെ അവകാശമാണെന്നും അത് വളരെയധികം പ്രാക്ടീസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വിത്തൗട്ട് ഷെയിം, മോസ്റ്റ് ഹൈ ആൻഡ് ലോ, വളരെ കൂടുതലായിട്ടും കുറവായിട്ടൊക്കെ ഒരു നാണക്കേടുമില്ലാതെ പ്രാക്ടീസ് ചെയ്യപ്പെട്ടു എന്നാണ് അവൾ പറയുന്നത്. ആസ് വി നോ, the concept of feminism supports women's right on the ground of equality of the sexes. നമുക്കെല്ലാം അറിയാം, ഫെമിനിസം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ദാറ്റ് സപ്പോർട്ട്സ് വിമൻസ് റൈറ്റ് ഓൺ ദ ഗ്രൗണ്ട് ഓഫ് ഇക്വാലിറ്റി ഓഫ് സെക്സസ്. സ്ത്രീകൾക്ക് അവകാശങ്ങൾ, തുല്യ അവകാശം എന്ന ഒരു കോൺസെപ്റ്റാണ് ഫെമിനിസം പറയുന്നത്. സോ വെർജീനിയ വൂൾഫ് ഈസ് ഷോക്ക്ഡ് ടു നോ അബൌട്ട് ദ റിയൽ പ്ലൈറ്റ് ഓഫ് ദ വിമൻ ഫ്രം പ്രൊഫസർ ട്രിവെൽസൻസ് ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്. അതുകൊണ്ട് തന്നെ പുരുഷന്മാരുടെ ഈ ഒരു അവസ്ഥ പ്രൊഫസർ ട്രിവെൽസിൻ്റെ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സിൽ നിന്ന് വായിച്ചപ്പോൾ അവൾ വളരെയധികം ഷോക്ക്ഡ് ആവുകയാണ്. ഡിസ്റ്റർബിംഗ് ഫാക്റ്റ് അബൌട്ട് ദ സ്റ്റാറ്റസ് ഓഫ് ദ വിമൻ കെയിം ടു ലൈറ്റ് ആസ് ദ റൈറ്റർ കണ്ടിന്യൂഡ് റീഡിങ് ട്രിവെൽസൻ ബുക്ക്. പിന്നെ സ്ത്രീകളുടെ സ്റ്റാറ്റസ്, ആ ഒരു സമയത്തുള്ള സ്റ്റാറ്റസ് അവർ ഓരോ പുസ്തകത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ വായിച്ചപ്പോൾ അറിയുകയാണ്. സച്ച് ആസ് girls who refused to marry a person of her parents' choice were locked up and beaten. അവൾ ആ പുസ്തകത്തിലൂടെ അറിഞ്ഞ കാര്യങ്ങളാണ്. ഏതെങ്കിലും ഒരു സ്ത്രീ തൻ്റെ പാരൻസ് തീരുമാനിച്ച കല്യാണം തയ്യാറായില്ലെങ്കിൽ they will be locked or beaten. അവരെ ലോക്ക് ചെയ്യപ്പെടുകയും അടിക്കുകയൊക്കെ ചെയ്യും. In the 15th century, marriage was not a matter of personal feeling but a family of interest. 15th സെഞ്ച്വറിയിൽ മാരേജ് എന്ന് പറയുന്നത് വെറും ഒരു പേഴ്സണൽ ഫീലിങ്സ് അല്ല, ബട്ട് ഓൺലി എ ഫാമിലി ഇൻട്രസ്റ്റ്. പാരൻസിൻ്റെ ഇൻട്രസ്റ്റ് അനുസരിച്ചായിരുന്നു കല്യാണങ്ങൾ നടന്നത്. ദസ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ വിമൻ കൺസേൺ വർ പ്രൈമർലി ഇഗ്നേർഡ്. അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്തു? പ്രൈമർലി ഇഗ്നേർഡ്, നിരസിച്ച് കളഞ്ഞു, അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്ത് കളഞ്ഞു, ഒഴിവാക്കി. കാരണം അവിടെ ആരുടെ ഇൻട്രസ്റ്റിന് താല്പര്യമില്ല, ആ ഇൻട്രസ്റ്റിന് ഇമ്പോർട്ടൻ്റ് കൊടുത്തില്ല സ്ത്രീകളുടേത്. ദ പൊസിഷൻ ഓഫ് വിമൻ ഡിഡ് നോട്ട് ചേഞ്ച് മച്ച് ഈവൻ 2 centuries later അക്കോർഡിംഗ് ടു ദിസ് ഹിസ്റ്ററി ഓഫ് ബുക്ക്. ഈ ഒരു പുസ്തകത്തിലെ വായനയിലൂടെ മനസ്സിലാകുന്നത് 15th century മുതൽ 2 നൂറ്റാണ്ടുകളോളം സ്ത്രീകളുടെ അവസ്ഥയിൽ ഒരു മാറ്റവും വന്നില്ല. ഈവൻ ഇൻ ദ 17th century, വിമൻ ഓഫ് ദ അപ്പർ ആൻഡ് മിഡിൽ ക്ലാസ് റെയർലി ചൂസ് ദെയർ ഓൺ ഹസ്ബൻഡ്. അപ്പർ ക്ലാസ് ആൻഡ് മിഡിൽ ക്ലാസ്സിലുള്ള സ്ത്രീകൾ പോലും വളരെ റെയറായിട്ട് മാത്രമേ അവരുടെ ഹസ്ബൻഡ്സിനെ ചൂസ് ചെയ്തുള്ളൂ. ബോത്ത് ഇൻ ടേംസ് ഓഫ് ലോ ആൻഡ് സോഷ്യൽ കണ്ടീഷൻ, ദ ഹസ്ബൻഡ്സ് വാസ് ദ ലോർഡ് ആൻഡ് മാസ്റ്റർ. നിയമങ്ങൾ അനുസരിച്ച്, കസ്റ്റംസ് അനുസരിച്ച് ഹസ്ബൻഡ് എന്ന് പറയുന്നത് ഹി വാസ് കൺസിഡേർഡ് ആസ് ദ ലോർഡ് ആൻഡ് മാസ്റ്റർ. അയാളാണ് ലോർഡ് ആൻഡ് മാസ്റ്റർ. ആൻഡ് ദ വൈഫ്സ് ഹാഡ് ദ സബ്സിവിയൻറ്റ് പൊസിഷൻ. ആൻഡ് ഭാര്യമാർക്ക് താഴെ തട്ടിലുള്ള പൊസിഷൻ, അതായത് സബ്സർവിയൻറ്റ് ഓർ ദ സെർവിയൻറ്റ് പൊസിഷനാണ് കൊടുത്തത്. ഹൗവർ, വിമൻ ഇൻ ലിറ്ററേച്ചർ such as Shakespeare's female characters and biographical accounts such as the 17th century memoirs of Verniers have strong personality and distinct character. പക്ഷേ നമ്മുടെ വെർജീനിയ വൂൾഫ് പറയുകയാണ് വിമൻ ഇൻ ലിറ്ററേച്ചർ. ഇപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് വിമൻ ഇൻ റിയാലിറ്റിയാണ്. ഇനി വിമൻ ഇൻ ലിറ്ററേച്ചർ പറയുകയാണെങ്കിൽ എസ്പെഷ്യലി ഷേക്സ്പിയേഴ്സിൻ്റെ ഫീമെയിൽ ക്യാരക്ടേഴ്സൊക്കെ വളരെ ഡിസ്റ്റിങ്റ്റീവ് ആൻഡ് സ്ട്രോങ് പേഴ്സണാലിറ്റിയുള്ള ക്യാരക്ടേഴ്സായിട്ടാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. ആൻഡ് ഷീ അഗ്രീസ് വിത്ത് ദിസ് ഒബ്സർവേഷൻ ഓഫ് പ്രൊഫസർ ട്രിവിലിയൻസ് ആൻഡ് ദെൻ ആഡ്സ് ദാറ്റ് വുമൻ ഹാഡ് ഡിസ്പ്ലേഡ് സ്ട്രെങ്ത് ഓഫ് ക്യാരക്ടർ ഇൻ ദ വർക്ക്സ് ഓഫ് പോയറ്റ്സ് ഫ്രം ബിഗിനിങ് ഓഫ് ദ ടൈം. അതായത് ഇവിടെ മനസ്സിലാക്കുന്നത് കാലഘട്ടത്തിൻ്റെ തുടക്കം മുതൽ വർക്ക്സ് ഓഫ് പോയറ്റ്സ് പോലും എന്ത് ചെയ്തിട്ടുണ്ട്? സ്ത്രീകളെ പിക്ചറൈസ് ചെയ്തത് ആസ് എ സ്ട്രെങ്ത് ഓഫ് ക്യാരക്ടേഴ്സ് ആയിട്ടാണ്, സ്ട്രോങ് ക്യാരക്ടേഴ്സ് ആയിട്ടാണ്. അതിന് ഒരുപാട് എക്സാമ്പിളുകൾ അവൾ പറയുന്നുണ്ട്. അതായത് ഒരുപാട് റൈറ്റിങ്സിൽ സ്ത്രീകളെ പിക്ചറൈസ് ചെയ്യുന്നത് വളരെ സ്ട്രോങ് ക്യാരക്ടേഴ്സ് ആയിട്ടാണ്. ഫോർ എക്സാമ്പിൾ ദ ആൻറ്റിഗോൺ ബൈ സോഫോക്കിൾസ്.
സോഫോക്കിൾസിൻ്റെ ഡ്രാമയാണ് ആൻറ്റിഗോൺ. അതിൽ സ്ത്രീയെ പിക്ചറൈസ് ചെയ്തത് വളരെ സ്ട്രോങ് ആയിട്ടാണ്. പിന്നെയോ ക്ലിറ്റ്മെൻസ്ട്ര ബൈ എക്ലിയസ് എക്ലിയസിൻ്റെ പ്ലേ ആണ്. പിന്നെ ക്ലിയോപാട്ര, ലേഡി മാക്ബത്ത്, റൊസാലിൻഡ്, ദെൻ ഡെഡ്മോണ ഒക്കെ ആയ ഷേക്സ്പിയേഴ്സിൻ്റെ ക്യാരക്ടേഴ്സാണ്. ലേഡി മാക്ബത്ത്, ക്ലിയോപാട്ര ഇതൊക്കെ ഷേക്സ്പിയർ പ്രസൻറ്റ് ചെയ്ത ഫീമെയിൽ ക്യാരക്ടേഴ്സാണ്. ഡെസ്റ്റമോണ ഹാംലെറ്റിൽ വരുന്ന അതൊക്കെ വളരെ സ്ട്രോങ് ക്യാരക്ടേഴ്സായിട്ടാണ്. പിന്നെ ടോൾസ്റ്റോയിയുടെ അന്ന കരീന എന്ന് പറയുന്ന ആ നോവലിലുള്ള അന്ന കരീന എന്ന് പറയുന്ന ക്യാരക്ടർ ഇവരൊക്കെ ഒരു എക്സാമ്പിൾസാണ്. ഓൾ ദീസ് വിമൻസ് ക്യാരക്ടേഴ്സ് ഹാവ് ഡൈനാമിക് പേഴ്സണാലിറ്റി. അവർക്കൊക്കെ വളരെ സ്ട്രോങ് പേഴ്സണാലിറ്റിയാണ് അവരെന്ത് ചെയ്യുന്നത്, പ്രസൻറ്റ് ചെയ്യുന്നത്. ദസ് വിമൻ ഇൻ ഫിക്ഷൻ ഓർ ഇൻ വർക്ക്സ് ഓഫ് ലിറ്ററേച്ചർ ആർ എൻഡോവ്ഡ് വിത്ത് സ്ട്രോങ് പേഴ്സണാലിറ്റി. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ നോവലിലുള്ളയും സ്റ്റോറിയിലുള്ളയും സ്ത്രീകൾക്ക് വളരെ സ്ട്രോങ് പേഴ്സണാലിറ്റിയാണ്. ബട്ട് ഇൻ റിയാലിറ്റി ദ റൈറ്റ് ഓഫ് ദ വിമൻ വേർ ട്രാമ്പിൾഡ് അപ്പോൺ ആൻഡ് ദേ വെർ ലോക്ക്ഡ് അപ്പ് ആൻഡ് ബീറ്റൻ ആൻഡ് ഫ്ലങ് അപ്പോൺ അബൌട്ട് ദ റൂം. പക്ഷെ റിയാലിറ്റിയിൽ സ്ത്രീകളുടെ അവകാശങ്ങൾ എന്ത് ചെയ്യപ്പെട്ടു, അടിച്ചമർത്തപ്പെട്ടു, അവരെ ലോക്ക് ചെയ്യപ്പെട്ടു, അവരെ ബീറ്റ് ചെയ്തു. ആസ് പ്രൊഫസർ ട്രിവിൽസൺ പോയിൻറ്റ്സ് ഔട്ട്. ആരുടെ അഭിപ്രായത്തിൽ? പ്രൊഫസർ ട്രിവിൽസൻ്റെ കാഴ്ചപ്പാടിൽ. ദസ് an odd picture of women comes to light. In terms of imagination or creative literature, women receive high importance. അതായത് ക്രിയേറ്റീവ് ലിറ്ററേച്ചറിൽ സ്ത്രീകൾക്ക് വലിയ പൊസിഷനാണ് കിട്ടുന്നത്. ബട്ട് ഇൻ പ്രാക്ടിക്കൽ ടേം ഓർ ഇൻ ടേംസ് ഓഫ് റിയൽ സൊസൈറ്റി വിമൻ ആർ ഡൗൺ ട്രോഡൻ ആൻഡ് ഓഫ് നോ സിഗ്നിഫിക്കൻസ്. അതായത് പ്രാക്ടിക്കലി സ്ത്രീകൾക്ക് എന്ത് കിട്ടുന്നില്ല, റിയൽ സൊസൈറ്റിയിൽ ഒരു ഇമ്പോർട്ടൻറ്റും കിട്ടുന്നില്ല. അവർ ഡൗൺ ട്രോഡൻ ആണ് ആൻഡ് ദേ ഹാവ് നോ സിഗ്നിഫിക്കൻസ്. ഇൻ പോയട്രി ദ വുമൺ ഈസ് എ പ്രിഡോമിനൻറ്റ് ആൻഡ് ഇൻസ്പയറിംഗ് ഫിഗർ. അത് മാത്രമല്ല, ഫിക്ഷൻ സ്റ്റോറിയിൽ മാത്രമല്ല പോയട്രിയിലും അവരെ പിക്ചറൈസ് ചെയ്തത് ആസ് എ പ്രിഡോമിനൻറ്റ് ഓർ ഇൻസ്പയറിംഗ് ഫിഗർ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്പയറിംഗ് ഫിഗർ ആയിട്ടാണ് സ്ത്രീകളെ പിക്ചറൈസ് ചെയ്തത്. ഇൻ ദ ലൈഫ്സ് ഓഫ് കിങ്സ് ആൻഡ് കോൺകേഴ്സ് ഇൻ ദ ഫിക്ഷൻ ഷി ഹാസ് എ ഗ്രേറ്റ് സിഗ്നിഫിക്കൻറ്റ്. കഥകളിലൊക്കെ സ്ത്രീകൾ രാജാക്കന്മാരുടെ ജീവിതത്തൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് വഹിക്കുന്നുണ്ട്. ഹെർ സ്പീച്ചസ് ഇൻ ലിറ്ററേച്ചർ റിഫ്ലക്ട്സ് ഹെർ തോട്ട്സ്. അവൾ ലിറ്ററേച്ചറിൽ അവളുടെ സംസാരങ്ങൾ, അവരുടെ സ്പീച്ചുകൾ അവളുടെ തോട്ട്സ് കാണിച്ചു. ബട്ട് ഓൺ ദ അതർ സൈഡ് ഓഫ് ദ കോയിൻ ഇൻ റിയാലിറ്റി എ വുമൺ ബിക്കം എ സ്ലൈവ് ഓഫ് എനി മാൻ ഹെർ പാരൻസ് ചൂസ് ഓഫ് ഹെർ. പക്ഷേ റിയാലിറ്റിയിൽ തൻ്റെ അച്ഛനമ്മമാർ സെലക്ട് ചെയ്ത ആളുടെ കയ്യിൽ അവൾ വെറും ഒരു സ്ലേവായി മാറുകയാണ്. ഇൻ റിയൽ ലൈഫ് എ വുമൺ കുഡ് ഹാർഡ്ലി റീഡ് ഓർ സ്പെൽ. റിയൽ ലൈഫിൽ അവൾക്ക് വായിക്കാനോ സ്പെൽ ചെയ്യാനോ ഉച്ചരിക്കാനോ ഉള്ള അവകാശമില്ലായിരുന്നു. ഷി വാസ് വെർച്വലി ഇലിറ്ററേറ്റ് ആൻഡ് വാസ് റിഗാർഡഡ് ആസ് എ പ്രോപ്പർട്ടി ഓഫ് എ ഹസ്ബൻഡ്. അവളെ എന്തായി കൺസിഡർ ചെയ്തു? ഇലിറ്ററേറ്റ് പേഴ്സൺ ആയിട്ട്, എഴുത്തും വായനയും അറിയാത്തവളാണ്. ആൻഡ് ഓൾസോ ഷീ ഈസ് റിഗാർഡഡ് ആസ് ദ പ്രോപ്പർട്ടി ഓഫ് ഹർ ഹസ്ബൻഡ്. അവൾ ഹസ്ബൻഡിൻ്റെ പ്രോപ്പർട്ടി മാത്രമായി മാറുകയാണ്. ഓൾവേസ് സബ്ജക്റ്റ് ടു ഹിസ് വിൽ. അവൻ്റെ ആവശ്യങ്ങളനുസരിച്ച് അവൾ എന്ത് ചെയ്യേണ്ടി വന്നു? പ്രവർത്തിക്കേണ്ടി വന്നു. A strange picture like that of an old monster of woman would come to the fore if one were read to the historian's view of the women first and that of the poets afterward. ഇവിടെ നമ്മുടെ റൈറ്റർ പറയുകയാണ്, നമുക്കൊരു സ്ട്രേഞ്ച് പിക്ചറാണ് കിട്ടിയ സ്ത്രീയെക്കുറിച്ച്, ഒരു ഓൾഡ് മൊണസ്ട്രസ് ഫിഗർ സ്ത്രീയെക്കുറിച്ച്. കാരണം വെൻ വി ഫസ്റ്റ് റീഡ് ദ ഹിസ്റ്റോറിയൻസ് വ്യൂ ദെൻ റീഡ് ദ പോയറ്റ്സ്. ആദ്യം നമ്മൾ ഹിസ്റ്റോറിയൻ കണ്ടെത്തിയ കാര്യങ്ങൾ വായിക്കുകയും അതിനുശേഷം ഒരു കവി എങ്ങനെയാണ് സ്ത്രീയെ പിക്ചറൈസ് ചെയ്തത് എന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്കൊരു ഒരു ഓഡ് പിക്ചർ നമുക്കതിലൂടെ കിട്ടുകയാണ്. ദ റൈറ്റർ റിഗ്രറ്റ്സ് ദ സ്കേഴ്സിറ്റി ഓഫ് ദ ഡീറ്റെയിൽസ് ഫാക്ട് അബൌട്ട് വിമൻ ഇൻ റെക്കോർഡഡ് വർക്ക്സ്. അതായത് അവൾ പറയുകയാണ്, നമ്മുടെ ഹിസ്റ്ററിയിൽ തന്നെ റെക്കോർഡഡ് വർക്ക്സ് തന്നെ ആരുടെ പേര് കാണാൻ പറ്റുന്നില്ല, ആരുടെ ഫാക്റ്റ്, സ്ത്രീകളെക്കുറിച്ചുള്ള ഫാക്റ്റുകൾ വളരെ കുറവാണ്. ദർ ആർ നോ ഡീറ്റെയിൽഡ് സബ്സ്റ്റാൻഷ്യൽ ഫാക്റ്റ് അബൌട്ട് വിമൻ. സ്ത്രീകളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങളും ഹിസ്റ്ററിയിൽ പോലും കാണാൻ പറ്റുന്നില്ല. ദർ ഈസ് ഹാർഡ്ലി എനി മെൻഷൻ ഓഫ് ഹർ ഇൻ ഹിസ്റ്ററി. അവളെക്കുറിച്ച് ഹിസ്റ്ററിയിൽ ഒരു മെൻഷനും ഇല്ല. ദിസ് ഫാക്ട് പോയിൻറ്റ്സ് ടു ഹെർ ഇൻസിഗ്നിഫിക്കൻറ്റ് സ്റ്റാച്ചർ ഇൻ ദ സൊസൈറ്റി. അതായത് ഹിസ്റ്ററിയിൽ പോലും അവൾക്കൊരു പ്രാധാന്യമില്ലാത്തത് കാണിക്കുന്നത് അവളുടെ ഇൻസിഗ്നിഫിക്കൻറ്റ് സ്റ്റാറ്റസ് ആണ് സൊസൈറ്റിയിലുള്ളത്. ഓക്കെ. പിന്നെ in an attempt to find women's role or significance in history, the writer turns our attention to Professor Trivelson's concept of history. ഇനി നമ്മുടെ റൈറ്റർ എന്താണ് നോക്കുന്നതെന്ന് വെച്ചാൽ സ്ത്രീകളുടെ
സിഗ്നിഫിക്കൻസ്, ഹിസ്റ്ററിയിൽ അവൾക്കുള്ള പ്രാധാന്യം എന്താണെന്ന് അവൾ നോക്കാൻ അതായത് അവൾ അതാണ് നോക്കിക്കാണുന്നത്. അതായത് സ്ത്രീകളുടെ കാഴ്ചപ്പാടുകൾ സ്ത്രീകളുടെ പ്രസൻസ് അല്ലെങ്കിൽ ഹിസ്റ്ററിയിൽ അവൾക്ക് എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇൻ ഹർ ക്വസ്റ്റ് ഫോർ ദ പൊസിഷൻ ഓഫ് വിമൻ സൊസൈറ്റി ഷി വാസ് To this historian, history incorporated many things such as the method of agriculture and the crusades and military expedition made by European to recover holy അല്ലെ ഒരുപാട് പറയുന്നുണ്ട്. അതായത് ഇവിടെ ഉദ്ദേശിച്ചത് however apart from mentioning the few ladies of great stature such as Queen Elizabeth, അതായത് ഒരുപാട് ലേഡീസുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, വലിയ വലിയ ഹിസ്റ്റോറിക്കൽ മൂമെൻറ്റ്സിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും വളരെ കുറച്ച് പേരുകൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഹിസ്റ്ററിയിൽ മെൻഷൻ ചെയ്യുന്നുള്ളൂ. അതായത് ക്യൂൻ എലിസബത്തിനെ പോലെയുള്ള കുറച്ച് ലേഡീസിനെ മാത്രമേ ഹിസ്റ്ററിയിൽ കാണുന്നുള്ളൂ. നോട്ട് എ സിംഗിൾ മിഡിൽ ക്ലാസ് വുമൺ കുഡ് ഹാവ് പെർസീവ്ഡ് ടു ഹാവ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ് ഓർ ഇൻ എ ഗ്രേറ്റ് മൂവ്മെൻറ്റ്. അതായത് ഒരു സിംഗിൾ മിഡിൽ ക്ലാസ് വുമൺ പോലും നമുക്ക് കാണാൻ പറ്റുന്നില്ല ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്സിൽ പങ്കെടുത്തതായിട്ട്. ഈവൻ ദ ഫേമസ് 17th century ഇംഗ്ലീഷ് ഡയറിസ്റ്റ് ജോൺ ഓർബേ ഡസ് നോട്ട് മെൻഷൻ ഹെർ. ആരും തന്നെ എന്ത് ചെയ്യുന്നില്ല, വലിയ വലിയ അല്ലെങ്കിൽ എന്താ പറയുക, ഇങ്ങനെയുള്ള സ്ത്രീകൾ ക്യൂൻ എലിസബത്തിനെ പോലെയുള്ളവരുടെ പേരുകളൊന്നും കൃത്യമായ മെൻഷൻ നമുക്ക് കാണാൻ പറ്റുന്നില്ല. ദ റൈറ്റർ ഈസ് ഷോക്ക്ഡ് അറ്റ് ദ കംപ്ലീറ്റ് ലാക്ക് ഓഫ് റെക്കോർഡ്സ് അബൌട്ട് വുമൺ. അതുകൊണ്ട് തന്നെ നമ്മുടെ റൈറ്റർ വളരെ എന്ത് ചെയ്യുന്നു, ഷോക്ക്ഡ് ആവുകയാണ് ഇങ്ങനെ സ്ത്രീകളെ മാറ്റി നിർത്തിയതിൽ. ലാക്ക് ഓഫ് അവൈലബിലിറ്റി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് റീഡിംഗ് മെറ്റീരിയൽ റിഗാർഡിംഗ് ദ ഫീമെയിൽ സെക്സ് ഈസ് ക്ലിയർ പോയിൻറ്റഡ് ടു ദ ജെൻഡർ ബയാസ്. അതായത് സ്ത്രീകളെക്കുറിച്ചുള്ള അവരുടെ ഹിസ്റ്ററിയിലുള്ള പാർട്ടിസിപ്പേഷൻ, ഇതൊക്കെ ഇതിൻ്റെയൊക്കെ ലഭ്യതക്കുറവ് കാണിക്കുന്നത്, നമുക്കൊരു റീഡിംഗ് മെറ്റീരിയൽ അതിനെക്കുറിച്ച് കിട്ടാത്തത് കാണിക്കുന്നത് ഒരു സെക്ഷൽ ഓർ ജെൻഡൽ ബയാസാണ്, ഡിഫറൻസാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നോട്ട് ഓൺലി ഡു ദ ഹിസ്റ്റോറിയൻ ഓർ ദ ഡയറിസ്റ്റ് ഫെയിൽ ടു റൈറ്റ് അബൌട്ട് വുമൻ, ഈവൻ വിമൻ themselves have added to their obliteration but not writing about their own lives or maintaining their own diary. അതായത് വെറും ഹിസ്റ്റോറിയൻസും ഡയറിസ്റ്റും മാത്രമല്ല, സ്ത്രീകൾ തന്നെ എഴുതുമ്പോൾ അവർ പോലും എന്ത് ചെയ്തു, അവർ പോലും സ്ത്രീകളുടെ ലൈഫിനെക്കുറിച്ചും ഹിസ്റ്ററിയെക്കുറിച്ചും മെൻഷൻ ചെയ്യാൻ വിട്ടുപോവുകയാണ്. വെർജീനിയ വൂൾഫ് പോയിൻറ്റ്സ് ഔട്ട് ദ ഗ്രേറ്റ് നെസസിറ്റി ഫോർ എ മാസ് ഓഫ് ഇൻഫർമേഷൻ അബൌട്ട് വുമൻ ആൻഡ് വണ്ടേഴ്സ് വൈ സം ബ്രില്യൻറ്റ് സ്കോളേഴ്സ് ഡസ് നോട്ട് സപ്ലൈ ഇറ്റ്. പിന്നെ അവൾ പറയുന്നത് നമുക്കൊരുപാട് ഇൻഫർമേഷൻ സ്ത്രീകളെക്കുറിച്ച് കിട്ടാനുണ്ട്, പക്ഷേ എന്തുകൊണ്ടത് സ്കോളേഴ്സ് ചെയ്തില്ല എന്ന് അവൾ വണ്ടർ ചെയ്യുകയാണ്. ഫെമിനിസ്റ്റ് റൈറ്റർ ഫീൽസ് ദാറ്റ് ഹിസ്റ്ററി കുഡ് ബി റീറിട്ടൺ ബൈ ഇൻക്ലൂഡിംഗ് ഇൻഫർമേഷൻ അബൌട്ട് വിമൻ. ഫെമിനിസ്റ്റുകളുടെ കാഴ്ചപ്പാടിൽ എല്ലാ ഹിസ്റ്ററിയും മാറ്റി എഴുതപ്പെടണം. അതിൽ ആരുടെ ഹിസ്റ്ററി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഇൻഫർമേഷൻ അബൌട്ട് വിമൻ, സ്ത്രീകളുടെ ഇൻഫർമേഷൻ കൂടി ആഡ് ചെയ്തുകൊണ്ട് അവരെ ഹിസ്റ്ററി റീറിട്ടൺ ചെയ്യണം എന്നാണ് ഫെമിനിസ്റ്റ് റൈറ്റേഴ്സ് പറയുന്നത്. അറ്റ്ലീസ്റ്റ് എ സപ്ലിമെൻറ്റ് കുഡ് ബി ആഡഡ് ടു ദ ഹിസ്റ്ററി ബുക്സ് അബൌട്ട് വിമൻ. അവർ പറയുന്നത് ഒരു ഹിസ്റ്ററി ബുക്സിൻ്റെ ഒപ്പം അറ്റ്ലീസ്റ്റ് ഒരു സപ്ലിമെൻ്ററി എങ്കിലും നമ്മൾ കൊടുക്കണം. എന്തിനെക്കുറിച്ച്? അബൌട്ട് വിമൻ. ആരാണ് പറയുന്നത്? ഫെമിനിസ്റ്റുകൾ. ലുക്കിംഗ് അറ്റ് ദ ബുക്ക് ഷെൽഫ് ഷി ഫൈൻഡ്സ് ഇറ്റ് ഷോക്കിംഗ്ലി റിഗ്രറ്റബിൾ ദാറ്റ് ദർ ഈസ് നോ ഇൻഫർമേഷൻ അബൌട്ട് വിമൻ ബിഫോർ 18th century. അവൾ പറയുകയാണ്, ഷെൽഫിലുള്ള പുസ്തകങ്ങളിലൊന്നും ഒരു സ്ത്രീ ആയിട്ടുള്ള റൈറ്ററെ നമുക്ക് കാണാൻ പറ്റുന്നില്ല ബിഫോർ 18th century. The writer had begun her exploration with the question of discrepancy between men and women, which is manifested by utter lack of women's writing in prolific age of literature like the Elizabethan age. അതായത് അവൾ എഴുതുന്നത് ഈ ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഡിഫറൻസിനെ കുറിച്ചൊക്കെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടാണ് എഴുതുന്നത് ആ ഒരു എലിസബത്തൻ ഏജിൽ എഴുതിയ റൈറ്റേഴ്സ് തന്നെ. ബട്ട് ദേ ഫെയിൽഡ് ടു ഫൈൻഡ് സാറ്റിസ്ഫാക്ടറി ആൻസർ ടു ദ സച്ച് ബേസിക് ഇഷ്യൂ സച്ച് ആസ് എഡ്യൂക്കേഷൻ ഓർ ലിറ്ററസി ഓഫ് ദ വിമൻ ആൻഡ് ഹൗ ദേ ഒക്യുപ്പൈ ദംസെൽഫ് ഇൻ ദർ ഡെയിലി ലൈഫ്. പക്ഷേ ആ സ്ത്രീകൾക്ക് കൃത്യമായൊരു ഉത്തരം കിട്ടുന്നില്ല. അതായത് അവരുടെ എഡ്യൂക്കേഷനെ കുറിച്ചും ലിറ്ററസി ഓഫ് ദ വിമനെ കുറിച്ചും ഒന്നും. Apparently they had no money of their own and were married off at very young age without their consent being taken into the account. മെയിൻ റീസൺ എന്തുകൊണ്ടാണ് സ്ത്രീകൾ ഇങ്ങനെ ആകാൻ കാരണം എന്ന് വെച്ചാൽ അവർക്ക് സ്വന്തമായി പണമില്ല. അവരെ വളരെ നേരത്തെ യങ്ങർ ഏജിൽ തന്നെ അവരെന്ത് ചെയ്യുന്നു, അവരുടെ സമ്മതമില്ലാതെ കല്യാണം കഴിക്കുകയാണ്. ഓൾ ദ പ്രോബിംഗ് ഓഫ് ദ റൈറ്റർ അബൌട്ട് ദ കണ്ടീഷൻ ഓഫ് ദ വിമൻ ആർ ഇൻഡിക്കേറ്റീവ് ഓഫ് ഹെർ കൺസേൺസ് ഫോർ ദ ബേസിക് റൈറ്റ് ഓഫ് ദ വിമൻ. അപ്പോൾ
അവൾക്ക് എന്ത് കിട്ടുന്നില്ല? ബേസിക് ആയിട്ടുള്ള ഒരു റൈറ്റ്സും കിട്ടുന്നില്ല. The writer is reminded of an old deceased bishop whose opinion about women was so low that he asserted that it was impossible for any woman to have the genius of Shakespeare, whether in the past, present or future. പിന്നെ നമ്മുടെ റൈറ്റർ ഓർമ്മിക്കുന്നത് ഒരു ബിഷപ്പ് പറഞ്ഞതാണ്. അദ്ദേഹം പറയുന്നത് സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ വളരെ ലോ ആണ്, അവർ വളരെ ഇമ്പോസിബിളാണ്. എന്തിന്? ടു ഹാവ് ദ ജീനിയസ് ഓഫ് എ ഷേക്സ്പിയർ. ഷേക്സ്പിയറിൻ്റെ അത്രയും ജീനിയസ് ആകാൻ പറ്റിയ ഒരു ലേഡിയും ഈ ലോകത്തില്ല. കാരണം വെദർ ഇൻ ദ പാസ്റ്റ് ഓർ പ്രസൻറ്റ് ഓർ ഫ്യൂച്ചർ, അതായത് കഴിഞ്ഞ കാലത്തോ പ്രസൻറ്റിലോ ഫ്യൂച്ചറിലോ അത്രയും ജീനിയസ് ആയ ഒരു സ്ത്രീയെ നമുക്ക് കാണാൻ പറ്റില്ല. Such an attitude points to the suppression of women to the extent that her identity, genius and intellect is completely denied by men. ആ ഒരു അഭിപ്രായം, ബിഷപ്പിൻ്റെ ആ ഒരു അഭിപ്രായം കാണിക്കുന്നത് സ്ത്രീകളോടുള്ള ആ ഒരു കാഴ്ചപ്പാടാണ്, ആറ്റിറ്റ്യൂഡാണ്. അവളുടെ ഐഡൻറ്റിറ്റിയെക്കുറിച്ച്, അവളുടെ ജീനിയസിനെ കുറിച്ച്, അവളുടെ ഇൻ്റലക്റ്റിനെ കുറിച്ച് അത് ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഡിനൈഡ് ബൈ മെൻ ആണ്. പുരുഷന്മാർ മുഴുവനായിട്ട് ഡിനൈ ചെയ്യപ്പെട്ട കാര്യമാണ് സ്ത്രീകൾ ജീനിയസ് ആണെന്നും ദേ ഹാവ് ദെയർ ഓൺ ഐഡൻറ്റിറ്റി ആൻഡ് ഇൻ്റലക്ച്വൽ പവർ എന്നതും അവർ പറയുന്നത് ഷേക്സ്പിയറിൻ്റെ അത്രയും ജീനിയസ് ആയിട്ട് ഒരു സ്ത്രീയും ഈ ലോകത്ത് വരില്ല എന്നാണ്. Through an imaginative reconstruction, Woolf wonders what would have happened to a talented woman if she were born in the age of Shakespeare. അവൾ പറയുകയാണ്, എന്തായിരിക്കും സംഭവിക്കുക ഒരു സ്ത്രീ, ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു സ്ത്രീ ഷേക്സ്പിയറിൻ്റെ സമയത്ത് ജനിച്ചിരുന്നുവെങ്കിൽ. സിൻസ് ഫാക്ട് അബൌട്ട് വിമൻ വർ ഡിഫിക്കൽട്ട് ടു ഒബ്റ്റെയിൻ, ദ റൈറ്റർ റിഫ്ലെക്ട്സ് അപ്പോൺ വാട്ട് വുഡ് ഹാവ് ഹാപ്പൻ ഇഫ് ഷേക്സ്പിയർ ഹാഡ് എ ഹൈലി ഗിഫ്റ്റഡ് സിസ്റ്റർ. ഇവിടെ നമ്മുടെ വെർജീനിയ വൂൾഫ് ഇമാജിൻ ചെയ്യുകയാണ്, ഇഫ് ഷേക്സ്പിയർ ഹാഡ് എ ഹൈലി ഗിഫ്റ്റഡ് സിസ്റ്റർ. ഷേക്സ്പിയറിനൊരു ഹൈലി ഗിഫ്റ്റഡ് സിസ്റ്റർ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? Woolf names her hypothetical sister of Judith Shakespeare, being a man, had the privilege of education and entertainment. അവൾ ആ ഒരു ലേഡിയെ വിളിക്കാൻ ഉദ്ദേശിച്ചത് ദ ഷേക്സ്പിയർ സിസ്റ്റർ എന്നാണ്. He went to seek his fortune in London. He worked in the theatre, became a successful actor and lived in the center of the activity in the famous city of ലണ്ടൻ. ഷേക്സ്പിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം എന്ന് പറയുന്നത് എ പ്രിവിലേജ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് ഉള്ള മാനാണെന്നും അദ്ദേഹത്തിൻ്റെ ഫോർച്യൂൺ തേടി അദ്ദേഹം ലണ്ടനിലെത്തിയെന്നും അവിടെ അദ്ദേഹം തിയേറ്ററിൽ വർക്ക് ചെയ്തു, പിന്നെ ഒരു സക്സസ്ഫുൾ ആക്ടറായി, ലിവ്ഡ് ഇൻ ദ സെൻറ്റർ ഓഫ് ആക്ടിവിറ്റി ഇൻ ദ ഫേമസ് സിറ്റി ഓഫ് ലണ്ടൻ. In the meantime, his highly talented sister, one may suppose, stayed at home. അപ്പോൾ അവളിങ്ങനെ ഇമാജിൻ ചെയ്യുകയാണ്, ആ സമയത്തൊക്കെ അവളുടെ സിസ്റ്റർ, അയാളുടെ സിസ്റ്റർ, ഷേക്സ്പിയറിൻ്റെ ഹൈ ടാലൻ്റായ സിസ്റ്റർ, അവൾ എന്ത് ചെയ്തു? ഷീ സ്റ്റേഡ് അറ്റ് ഹോം. ജൂദിത്ത് വാസ് ആസ് ഇമാജിനേറ്റീവ് ആൻഡ് അഡ്വഞ്ചറസ് ആസ് ഹെർ ഫേമസ് ബ്രദർ. അവളുടെ പേര് ജൂദിത്ത് എന്നാവട്ടെ, അവൾ തൻ്റെ അഡ്വഞ്ചറായിട്ടുള്ള ഇമാജിനേറ്റീവായിട്ടുള്ള ബ്രദറിനെ പോലെ അവളും എന്തായിരുന്നു? വളരെ അഡ്വഞ്ചറായിരുന്നു, ഇമാജിനേറ്റീവായിരുന്നു. ബട്ട് ബീയിങ് എ ഗേൾ ഷി വാസ് ഡിസ്ക്രിമിനേറ്റഡ് അഗെയിൻസ്റ്റ് ആൻഡ് നോട്ട് എഡ്യൂക്കേറ്റഡ്. പക്ഷേ തൻ്റെ ബ്രദറിന് കിട്ടിയ ഒരു അവസരവും അവൾക്ക് കിട്ടുന്നില്ല. അവൾ എഡ്യൂക്കേഷൻ കിട്ടുന്നില്ല, അവളിൽ വിവേചനം കാണിക്കുകയാണ്. Unlike Shakespeare, she did not have the privilege of studying grammar or logic or studying Latin. അവൾക്ക് ഷേക്സ്പിയറിനെ പോലെ അതായത് തൻ്റെ ബ്രദറായ ഷേക്സ്പിയറിനെ ഇവിടെ ഇമാജിനേഷൻ ചെയ്യുകയാണ് വെർജീനിയ വൂൾഫ്. അതായത് ഷേക്സ്പിയറിനും ഇതുപോലെ ഒരു ടാലൻറ്റഡായ സിസ്റ്റർ ഉണ്ടായിരുന്നുവെങ്കിലെന്ന്. അവൾക്ക് എന്ത് കിട്ടില്ലായിരുന്നു? പ്രിവിലേജ് ഓഫ് സ്റ്റഡിയിങ് ഗ്രാമർ പഠിക്കാനുള്ള അവകാശം ഉണ്ടാകുമായിരുന്നില്ല, ലോജിക്ക് പഠിക്കാനുള്ള അവകാശം ഉണ്ടാകുമായിരുന്നില്ല, ലാറ്റിൻ പഠിക്കാനുള്ള അവകാശം ഉണ്ടാകുമായിരുന്നില്ല. Being a gifted person, she was interested in reading books and used to sometimes pick up her brother's book perhaps. അവൾ മേ ബി ഇൻട്രസ്റ്റഡ് ഇൻ റീഡിങ്, പുസ്തകങ്ങൾ വായിച്ചു, അവളുടെ ബ്രദറിൻ്റെ അടക്കം ഉള്ള ബുക്സ് വായിച്ചു. When her parents come to know of this, they told her to take care of the womanly things such as cooking and stitching. അങ്ങനെ അവൾ പുസ്തകങ്ങളിലേക്ക് തിരിയുന്നത് തൻ്റെ പാരൻസ് അറിഞ്ഞപ്പോൾ അവളോട് പറഞ്ഞിട്ടുണ്ടാകും, നീ എന്ത് ചെയ്യണം, ഒരു വുമൺലി തിങ്സ് ആയിട്ട്, അതായത് കുക്കിംഗ്, സ്റ്റിച്ചിങ് ഇതൊക്കെയാണ് ചെയ്യേണ്ടത് എന്നവളോട് പറഞ്ഞു. Being talented, she probably wrote something, but knowing the strict restriction imposed on women, probably hide her writing or set them on the fire. ഇവിടെ നമ്മുടെ വെർജീനിയ വൂൾഫ് ഇമാജിൻ ചെയ്യുകയാണ്, അവളും എന്ത് ചെയ്തിട്ടുണ്ടാകും, ഒരു ഗിഫ്റ്റഡ് റൈറ്റർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് വർക്ക്സുകൾ എഴുതിയിട്ടുണ്ടാകാം. പക്ഷേ റെസ്ട്രിക്ഷൻ അറിയുന്നത് കൊണ്ട് തന്നെ മേ ബി അവൾ അതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാകാം, ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അതൊക്കെ തീയിലിട്ട് ചുട്ടെരിച്ച് കളഞ്ഞിട്ടുണ്ടാകാം. As was the custom of her time, she was engaged to be married at the very young age.
അതുമാത്രമല്ല എലിസബത്തൻ ഏജിൻ്റെ കാഴ്ചപ്പാടിൽ പെട്ടെന്ന് കല്യാണം കഴിക്കണമെന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിൽ അവളും പെട്ടെന്ന് കല്യാണം കഴിഞ്ഞ് പോകും. വെൻ ഷി റെഫ്യൂസ് ടു ഗെറ്റ് മാരീഡ് ഷി വാസ് ബാഡ്ലി ബീറ്റൺ ബൈ ഹെർ ഫാദർ. അവൾ കല്യാണം കഴിക്കാൻ നിരസിച്ചിരുന്നെങ്കിൽ അവളെ ചിലപ്പോൾ അവളുടെ അച്ഛൻ അടിച്ചിട്ടുണ്ടാകാം. ദെൻ ഹെർ ഫാദർ സ്റ്റോപ്ഡ് യൂസിങ് സച്ച് കോർപ്പോറൽ പണിഷ്മെൻറ്റ് ആൻഡ് ട്രൈഡ് ടു ഇമോഷണലി കോസ് ഹെർ ആൻഡ് ഡ്രിവൺ ബൈ സച്ച് എക്സ്റ്റേണൽ പ്രഷർ ജൂഡിത്ത് റാൻ അവേ ഫ്രം ഹോം ടു ലണ്ടൻ. പിന്നെ അച്ഛൻ ഇമോഷണലി അവളെ എന്ത് ചെയ്യാൻ ബ്ലാക്ക് ചെയ്യാനും അവളെ വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്യാനും ശ്രമിച്ച് അവസാനം അവൾ വീട്ടിൽ നിന്ന് ഓടി ലണ്ടനിലേക്ക് പോയിട്ടുണ്ടാകാം. ഷി ഹാഡ് എ ഗുഡ് മ്യൂസിക് സെൻസ് ആസ് വെൽ ആസ് ദ ടേസ്റ്റ് ഫോർ തിയേറ്റർ ലൈക്ക് ഹർ ഫേമസ് ബ്രദർ. അവൾക്കും തൻ്റെ ബ്രദറിനെ പോലെ മ്യൂസിക് സ്കില്ലും തിയേറ്റർ സ്കില്ലും ഉണ്ടാകാം. വെൻ ഷി എക്സ്പ്രസ്ഡ് ഹർ ഡിസയർ ടു ആക്ട് മെൻ ലാഫ്ഡ് അറ്റ് ഹർ. അവൾ അങ്ങനെ അവളുടെ ആഗ്രഹം എക്സ്പ്രസ് ചെയ്തപ്പോൾ പുരുഷന്മാർ അവരെ നോക്കി ചിരിച്ചു. ബിക്കോസ് ഷി ലിവ്ഡ് ഇൻ ആൻ ഏജ് വെർ എ വുമൺ ഇൻഡിവിജ്വൽ ടാലൻറ്റ് വർ ഗ്രേറ്റ്ലി സപ്രസ്ഡ്. അതായത് അവളുടെ ടാലൻറ്റ് കാണിക്കാൻ ശ്രമിച്ചപ്പോൾ അവിടെ എല്ലാവരും അവളെ നോക്കി ചിരിക്കുകയാണ്. കാരണം അവളുടെ ഏജ് അങ്ങനെയായിരുന്നു. ഷി വാസ് എക്സ്പെക്റ്റഡ് ടു ബി കൺഫൈൻഡ് ടു ദ 4 walls ഓഫ് ഹോം. അവളെ 4 ചുവരുകളിൽ തളച്ചിടാനായിരുന്നു സൊസൈറ്റിയുടെ തീരുമാനം. ഹർ ലിറ്റററി ജീനിയസ് ഡിഡ് നോട്ട് വിഷ് ടു ബി rebuffed by such anti-feminist attitude in a male dominated society. അവൾക്ക് അല്ലേ അവളുടെ എന്താ പറയുക ആറ്റിറ്റ്യൂഡ്സുകളൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, മെയിൽ ഡോമിനേറ്റ് സൊസൈറ്റിയിൽ കൊണ്ടുവരാൻ പറ്റിയില്ല. ആൻ ആക്ടർ മാനേജർ നെയിംഡ് നിക് ഗ്രീൻ ബിക്കെയിം ഫ്രണ്ട്ലി വിത്ത് ഹെർ ആൻഡ് ഷി ഫൗണ്ട് ഹെർ സെൽഫ് പ്രഗ്നൻറ്റ്. അങ്ങനെ അവൾ ഒരു ആക്ടർ മാനേജറുമായി ഫ്രണ്ട്ഷിപ്പ് ആകുന്നു ആൻഡ് ഷി ബിക്കം പ്രഗ്നൻറ്റ്. എ വുമൺ ഓഫ് ജീനിയസ് ഇൻ ഷേക്സ്പിയർസ് ടൈം വാസ് പ്രോൺ ടു എക്സ്പ്ലോയിറ്റേഷൻ ബൈ മെൻ. അങ്ങനെ ഷേക്സ്പിയറിൻ്റെ ടൈമിലുള്ള ഒരു സ്ത്രീ അങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുകയാണ്. ജൂഡിത്ത് വാസ് അൾട്ടിമേറ്റ്ലി ലെഡ് ടു കമ്മിറ്റ് സൂയിസൈഡ് ആസ് ഷി വാസ് എ വുമൺ ഓഫ് ടാലൻറ്റ് ആൻഡ് ഔട്ട് ഓഫ് സിങ്ക്രോണൈസേഷൻ വിത്ത് ടൈംസ് ഷി ലിവ്ഡ് ഇൻ. അങ്ങനെ അവസാനം അവൾ തീരുമാനിക്കുകയാണ് സൂയിസൈഡ് ചെയ്യാൻ. വൂൾസ് ഇമാജിനേറ്റീവ് റീകൺസ്ട്രക്ഷൻ ഓഫ് ജൂഡിത്ത് സ്റ്റൈൽ highlighted the plight of the women of the genius born in Shakespeare's age. അതായത് ഇവിടെ ഒരു ഇമാജിനറി സ്റ്റോറിയാണ് നമ്മുടെ ആര് പറയുന്നത്, വെർജീനിയ വൂൾഫ് പറയുന്നത്. പക്ഷേ സത്യത്തിൽ ദിസ് ഈസ് ദ കണ്ടീഷൻ ഓഫ് ദി വിമൻ ഹൂ വാസ് ജീനിയസ് ഓഫ് ദ വുമൻ ഹൂ ലിവ്ഡ് ഇൻ ഷേക്സ്പിയർസ് ഏജ്. Social and cultural exigencies made it impossible for talented women to have existed and expressed themselves in Shakespeare's time. ഷേക്സ്പിയറിൻ്റെ ടൈമിൽ സ്ത്രീകൾക്ക് എന്തിനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല അവളുടെ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാനുള്ള. യെറ്റ് ദ റൈറ്റർ കണ്ടിന്യൂസ് ടു തിങ്ക് ദാറ്റ് ജീനിയസ് മസ്റ്റ് ഹാവ് എക്സിസ്റ്റഡ് എമംഗ് വുമൺ ആസ് വെൽ ആസ് എമംഗ് ദ വർക്കിംഗ് ക്ലാസ് ഈവൻ ദോ ഇറ്റ് കുഡ് നോട്ട് കം ടു ലൈറ്റ്. അവൾ പറയുകയാണ് ഈയൊരു ജീനിയസ് സ്ത്രീകളിൽ മാത്രമല്ല വർക്കിംഗ് ക്ലാസ് പീപ്പിളിലും എക്സിസ്റ്റ് ചെയ്തേക്കാം, പക്ഷെ അത് പുറത്തേക്ക് വന്നില്ല. ദ റൈറ്റർ സൈറ്റ്സ് എമിലി ബ്രോണ്ടെ, ദ 19th century വുമൺ നോവലിസ്റ്റ് റോബർട്ട് ബേൺസ് ആസ് എ എക്സാമ്പിൾ ഓഫ് ദ ജീനിയസ്. അതായത് അവർ എക്സാമ്പിൾ പറയുന്നുണ്ട്. എമിലി ബ്രോണ്ടെ എന്ന് പറയുന്ന 19th century ഒരു വുമൺ നോവലിസ്റ്റാണ്. അവരൊക്കെ ആദ്യകാലങ്ങളിൽ അവരുടെ നോവലുകൾ എഴുതുന്നത് എന്തായിരുന്നു വെച്ചാൽ നിക് നെയിം യൂസ് ചെയ്തായിരുന്നു. കാരണം ഇവിടെ എമിലി ബ്രോണ്ടെ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് എ നിക് നെയിമാണ്. അപ്പോൾ അവർ പറയുന്നത് ശരിക്കും അവർ നിക് നെയിം യൂസ് ചെയ്തുകൊണ്ടാണ് അവരെന്ത് ചെയ്തത്, അവർക്ക് അതിനുള്ള അവകാശം പോലും ഉണ്ടായിരുന്നില്ല അവരുടെ പേര് വെച്ച് സ്റ്റോറികൾ എഴുതാനുള്ള. അപ്പോൾ റോബർട്ട് ബേൺസ് ആൻഡ് എമിലി ബ്രോണ്ടെ എന്ന് പറയുന്ന വുമൺ റൈറ്ററും വർക്കിംഗ് ക്ലാസ് സ്കോട്ടിഷ് പോയറ്റുമാണ്. അവരൊക്കെ എന്ത് ചെയ്തു, അവരുടെ റിയൽ ഐഡൻറ്റിറ്റി എന്ത് ചെയ്യേണ്ടി വന്നു, ഹൈഡ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അതൊക്കെ എക്സാമ്പിളായിട്ട് പറയുകയാണ്. ഷി ഫീൽ ദാറ്റ് വെൻ എ പേഴ്സൺ റീഡ് അബൌട്ട് ദ വിച്ച് ഓർ ദ വുമൺ possessed by devil or about outstanding man who had a mother, this may be taken as the indicator of the extent of the lost women novelist or a suppressed female poet whose talent did not find any limelight. അപ്പോൾ അത് കാണിക്കുന്നത് നമുക്ക് അതായത് ഫീമെയിൽ പോയറ്റിന് അല്ലെങ്കിൽ ഫീമെയിൽ നോവലിസ്റ്റിന് ഒക്കെ സപ്രസ് ചെയ്യപ്പെട്ടൊരു കാലഘട്ടമായിരുന്നു ആ ഒരു സമയം. Reflecting upon the story of Shakespeare's sister, as the writer had made it up, Woolf reinforces the point that any woman who had extraordinary talent in the 16th century would have either gone crazy or committed suicide. അവൾ പറയുകയാണ് 16th centuryയിൽ ഹൈ ടാലൻ്റ് ആയിട്ടുള്ള എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു സ്ത്രീയും ജീവിച്ചിരുന്നിട്ടുണ്ടാകില്ല. അവൾ മേ ബി ക്രാസി ആയി പോയിട്ടുണ്ടാകും, അല്ലെങ്കിൽ കമ്മിറ്റഡ് സൂയിസൈഡ് ഓർ ലിവ്ഡ് ഇൻ ഐസൊലേഷൻ ഔട്ട്സൈഡ് ദ വില്ലേജ്. അവൾക്ക് അവളുടെ വർക്കുകൾ
അവളുടെ ടാലൻറ്റ് പുറത്ത് കൊണ്ടുവരാൻ പറ്റാതെ മേ ബി അവൾ ഭ്രാന്തമായിട്ട് അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒറ്റപ്പെട്ട ഒരു ജീവിതം നയിച്ചിട്ടുണ്ടാകും. ഐസൊലേറ്റഡ് ബിക്കോസ് ഓഫ് എ ജീനിയസ് ആൻഡ് ഷീ വുഡ് ഹാവ് റിഗാർഡ് ആസ് ഹാഫ് വിച്ച്. അവളിങ്ങനെ ഒറ്റപ്പെട്ട് ജീവിച്ചത് കൊണ്ട് തന്നെ അവളുടെ ജീനിയസ് കാരണം അവൾ മറ്റുള്ളവരിൽ നിന്ന് ഒറ്റപ്പെട്ട് ജീവിച്ചിട്ടുണ്ടാകുമെന്നും അവളെ ഒരു വിച്ചായിട്ട് ഒരു മന്ത്രവാദിനിയായിട്ടോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു മാഡ് പേഴ്സൺ ആയിട്ടൊക്കെ ജനങ്ങൾ കണ്ടിട്ടുണ്ടാകാം. പീപ്പിൾ വുഡ് ഹാവ് ഐദർ ഫിയേർഡ് ഹെർ ഓർ മെയ്ഡ് ഫൺ ഓഫ് ഹെർ. ജനങ്ങൾ അവളെ പേടിച്ചിട്ടുണ്ടാകും, അവളെ കളിയാക്കിയിട്ടുണ്ടാകും. ഈവൻ ദ 19th century വിമൻ റൈറ്റർ ഹാഡ് ടു അഡോപ്റ്റ് മെയിൽ സ്യൂഡോണിസം. അതുമാത്രമല്ല ഈ ഒരു 19th centuryയുള്ള സ്ത്രീകൾക്ക് പോലും മെയിൽ സ്യൂഡോണിസം, അതായത് പുരുഷന്മാരുടെ പേരുകൾ യൂസ് ചെയ്യുന്നതിനാണ് മെയിൽ സ്യൂഡോണിസം എന്ന് പറയുക. അതായത് സ്ത്രീകൾ എഴുതി പക്ഷെ കാലഘട്ടം അവരുടെ വർക്ക് പബ്ലിഷ് ചെയ്യാൻ അനുവദിക്കാത്തത് കൊണ്ട് പുരുഷന്മാരുടെ പേര് യൂസ് ചെയ്യുന്നതിനാണ് മെയിൽ സ്യൂഡോണിസം എന്ന് പറയുക. അപ്പോൾ അവർ മെയിൽ സ്യൂഡോണിസം ഒരുപാട് 19th century റൈറ്റേഴ്സും ഉപയോഗിച്ചിട്ടുണ്ട്. അതിനുള്ള എക്സാമ്പിളാണ് ഇപ്പം നിങ്ങൾ ഇങ്ങനത്തെ 2-3 പേരുകളൊക്കെ പഠിച്ചു വെക്കുക കേട്ടോ. ക്രൂവൽ ബെൽ, ജോർജ് എലിയറ്റ്, ജോർജ് സാൻഡ്. Adopting the name of the man and assuming anonymity by women were customs greatly encouraged by men. അതായത് ഇതൊക്കെ ഫീമെയിൽ റൈറ്റേഴ്സാണ്, പക്ഷെ അവരൊക്കെ എന്ത് ചെയ്തു, മെയിൽ നെയിമിലാണ് അവരുടെ വർക്ക്സുകൾ എഴുതിയത്. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ഒരു 19th centuryയുടെ കണ്ടീഷൻ പോലും. In the concluding section of the essay, Woolf says that Judith, the talent poet who could not express herself in writing and was buried in the crossroads, still lives on. With a deep empathy for women whose rights are denied, the writer says that Shakespeare's sister lives on in a woman's today and in women who efface themselves to nurture their family, and the opportunity empower such women is soon coming within our reach. അവൾ പറയുകയാണ്, ജൂദിത്ത് എന്ന് പറയുന്ന ആ ഒരു ഷേക്സ്പിയർ സിസ്റ്റർ ഇപ്പോഴും ഈ കാലഘട്ടത്തിലും ജീവിച്ചിരിക്കുന്നുണ്ട് അല്ലേ. മേ ബി അവളുടെ ലൈഫ് ഫാമിലിയെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എഫേർട്ടിലായിരിക്കാം. എന്നിട്ടോ the writer believed that in times to come, if women are given space and freedom, ഒരു കാലം വരും അന്ന് എന്ത് ചെയ്യും, it will give space and freedom for the women and have the courage to express their opinion in writing. അവർക്ക് എന്തിനുള്ള അവകാശം, എന്തിനുള്ള ധൈര്യം വരും, express their opinion in writing. എഴുത്തിലൂടെ അവളുടെ ഒപ്പീനിയൻസ് അറിയിക്കാനുള്ള അവകാശം അവർക്ക് കിട്ടും, ധൈര്യം അവർക്ക് കിട്ടും. ഇഫ് ദ വ്യൂ ലൈഫ് ഒബ്ജക്റ്റീവ്ലി, ഇഫ് വിമൻ വെർ ഏബിൾ ടു ലുക്ക് ബിയോണ്ട് മിൽട്ടൺസ് പെർസ്പെക്റ്റീവ്, ദാറ്റ് ഈസ് ഈവ് വാസ് മോറലി ആൻഡ് ഇൻ്റലക്ച്വലി ലെസ്സർ ദാൻ ആഡം. ഇവിടെ വലിയൊരു പോയിൻ്റാണ് പറയുന്നത്. മിൽട്ടൻ്റെ കാഴ്ചപ്പാടിനും അപ്പുറം അവർ ചിന്തിക്കുകയാണെങ്കിൽ, ജോൺ മിൽട്ടൺ എന്ന് പറയുന്ന റൈറ്റർ, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ ആഡം ആൻഡ് ഈവില്ലേ, അതിൽ ഈവ് എന്ന് പറയുന്നത് ഷീ ഈസ് മോറലി ആൻഡ് ഇൻ്റലക്ച്വലി ലെസ്സർ ദാൻ ആഡം. ആഡത്തെക്കാളും ഇൻ്റലക്ച്വലി മോറലിയും ലെസ് ആണെന്നാണ് കാഴ്ചപ്പാടാണ് ജോൺ മിൽട്ടൻ്റെ കാഴ്ചപ്പാട്. അപ്പോൾ അവൾ പറയാണ്, അതിനും അപ്പുറം സ്ത്രീകൾ ചിന്തിക്കുകയാണ്, എന്തായത് പുരുഷന്മാരെക്കാളും ഞങ്ങൾ മുന്നിലാണ് എന്ന് ചിന്തിക്കുകയാണെങ്കിൽ എന്താണ്, then the opportunity will come when Shakespeare's sister, a woman of talent, will have the tangible identity of their own. അതായത് എല്ലാ ഷേക്സ്പിയർ സിസ്റ്റേഴ്സിനും, അതായത് എല്ലാ വുമൺ ഓഫ് ടാലൻറ്റിനും, കഴിവുള്ള എല്ലാ സ്ത്രീകൾക്കും എന്തിന് അവരുടെ ഐഡൻറ്റിറ്റി എക്സ്പ്രസ് ചെയ്യാനുള്ള അവകാശമുണ്ടാകും എന്നാണ്. If we create a conducive environment, Judith can come to our midst and freely express herself. അപ്പോൾ അങ്ങനെയുള്ള ഒരു എൻവയോൺമെൻറ്റ്, ഒരു സിറ്റുവേഷൻ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ എല്ലാ ഷേക്സ്പിയർ സിസ്റ്റേഴ്സും, എല്ലാ ജുദിത്തും മുന്നോട്ടേക്ക് വരും, വളരെ ഫ്രീ ആയിട്ട് അവളുടെ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യും എന്നാണ് പറയുന്നത്. ഓക്കെ.